ഇപ്പൊ എന്നോടൊക്കെ വന്നിട്ട് ആൾക്കാർ പറയും നിന്റെയൊക്കെ തറവാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പണ്ട് നമ്പൂരിമാരെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ഞാൻ പറയും പോടാ പുല്ലേ എന്ന് പറയും. ഞാൻ നിന്റെ ഉമ്മൂമ്മ എങ്ങനെയാടാ സമ്പാദ്യം ഉണ്ടാക്കിയത്, നിന്റെ ഉമ്മൂമ്മ എങ്ങനെയാടാ പൈസ ഉണ്ടാക്കിയത്, ഈ നമ്പൂരി കടന്നു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കും. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ. കേരളത്തിൽ ജാതിമത ഭേദമന്യേ മനുഷ്യനെ സ്നേഹിക്കുന്ന സകലമാന ജനങ്ങളും വേടനോട് നിയമപാലകർ കാണിച്ച അനീതിയെ അമർഷത്തോടെ കാണുന്നവരാണ്. ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് എന്ന് പറയുന്നത് പോലെ മോഹൻലാലിനും സുരേഷ് ഗോപിക്കും നൽകിയ ഭരണകൂട പ്രിവിലേജ് വേടൻ നൽകാതിരുന്നത് വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ബോധ്യത്തെ അടിച്ചമർത്താൻ മാത്രമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളികൾ. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് കേൾക്കുന്ന ചില സംഘശക്തി ശബ്ദങ്ങൾ മലയാളക്കരയെ വല്ലാതെ ആലോചനപ്പെടുത്തുകയും ചെയ്യും. കാളി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ സുനിൽ എന്ന സംഘി, സുനിൽ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു, വേടന് വല്ലാതെ സാരോപദേശം നൽകുന്നുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ കാളിക്കുട്ടൻ ശാഖയിലെ ദണ്ട് ചോറ്റിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ നന്നായി ആക്ഷേപിക്കാനും തെറി പറയാനും തയ്യാറാവുന്നുണ്ട്. അതായത് താഴ്ന്ന ജാതിക്കാരനായ ഒരാൾക്കൊരു തെറ്റ് ചെയ്യാനുള്ള അവകാശം ഇവിടെ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള വാദമാണത്. വേടനെ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ കാര്യം പറയുന്നത്. വേടൻ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യമില്ലാ വകുപ്പിൽ അകത്തിടുന്നു എന്നൊക്കെ പറഞ്ഞ്. അവന് ജാമ്യമില്ലാ വകുപ്പൊന്നുമല്ല, അദ്ദേഹം ജാമ്യത്തിലൊക്കെ ഇറങ്ങി, നിങ്ങൾ അറിയില്ലേ. 6 ഗ്രാം കഞ്ചാവ് വെച്ചതിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടി പോരേണ്ട കേസുള്ളൂ. അതിന് അദ്ദേഹത്തിനെ ഈ പറയുന്ന പോലെ അറസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലിട്ടൊന്നുമില്ല. കേസ് ഉണ്ടായിരുന്നു പുലിനകത്തിന്റെ കേസിലാണ്. എന്റെ പൊന്നു കാളിക്കുട്ട, ഇവിടെ ഒരാളും തെറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യം വേണമെന്ന് ആർക്കു വേണ്ടിയും ആവശ്യപ്പെടുന്നില്ല. ഒരേ തെറ്റ് ചെയ്ത 3 പേരിൽ 2 പേർക്ക് ലഭിച്ച നീതി മൂന്നാമനും ലഭിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതായത് മോഹൻലാലിനും സുരേഷ് ഗോപിക്കും കിട്ടുന്ന പ്രിവിലേജ് താഴേക്കിടയിലുള്ള വേടനും ലഭിക്കണമെന്നേ പറഞ്ഞുള്ളൂ. വേടൻ ഉയർത്തിയ ദളിതന്റെ രാഷ്ട്രീയ ബോധ്യത്തെ നിങ്ങൾ തല്ലിക്കെടുത്തരുതെന്നേ പറഞ്ഞുള്ളൂ. അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കുന്നവന്റെ നാവരിയരുതെന്നേ പറഞ്ഞുള്ളൂ. പുലിനകം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സുരേഷ് ഗോപി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, അതൊരു പരാതിയായിട്ട് അങ്ങോട്ട് കൊടുക്കണമെന്നേ. ഇത് സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കല്ലേ ചെയ്യേണ്ടത്, ഒരു പരാതി പോണം. അതെ, പരാതി വേണം. ആ പരാതി ഈ പറയുന്ന താങ്കൾക്കും നൽകാം. രാജ്യത്തെ നിയമം എല്ലാവർക്കും തുല്യമാണെന്ന ബോധവുമുള്ള ആർക്കും പരാതി കൊടുക്കാം. അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു ചെറുവിരൽ നനക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല എന്ന് മാത്രം. അതാണ് വേടനും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് പറഞ്ഞത്, വേടന്റെ വർഗവും വേടൻ ഉയർത്തുന്ന തീക്ഷണമായ മൂർച്ചയേറിയ വാക്കുകളും പലരെയും അസ്വസ്ഥമാക്കുന്നുണ്ടെന്ന്. അവർ വേടൻ നിശബ്ദനായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഈ പറയുന്ന നെറേറ്റീവ് എന്താണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്? താഴ്ന്ന ജാതിപ്പെട്ട ഒരാൾക്ക് എന്താ പറയാ, ഒരു തെറ്റിവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നെറേറ്റീവല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാലും, ഇവിടെ താഴ്ന്ന ജാതി മേൽജാതി ഇത് എന്താ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? കേരളത്തിൽ ഇന്നും താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നോ? താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ ആളുകളെ പൊട്ടനാക്കുകയാണ്, അതോ താങ്കൾ സ്വയം പൊട്ടനാവുകയാണ്? കേരളത്തിൽ ഇന്നല്ല, കേരളത്തിൽ എന്നും ജാതീയത നിലനിൽക്കുന്നുണ്ട്. ജാതിവരെയും അസ്പൃശ്യതയും ഇന്നും നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈ അടുത്തയിടെ നടന്ന സംഭവം. ഈഴവനായ ബാലു കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരനായി ഒരാഴ്ച നിന്നുള്ളൂ. ജോലിയിൽ കയറി അന്ന് മുതൽ ജാതീയത ഉച്ചനീചത്വം അയാളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അയാൾ കഴകക്കാരനായി അമ്പലത്തിൽ കയറിയ അന്ന് മുതൽ അമ്പലത്തിലെ തന്ത്രിമാർ പൂജക്കെത്താതെ അമ്പലത്തിലെ പൂജ മുടങ്ങി. ഒരാഴ്ച കൊണ്ട് ഈഴവനായതിന്റെ പേരിൽ ബാലുവിന് ജോലി ഉപയോഗിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. എന്തായിരുന്നു ബാലു ചെയ്ത തെറ്റ്? അയാൾ ജന്മം കൊണ്ട് ഈഴവനായി പോയി എന്നുള്ളതാണ്. ഇനി അവിടുത്തെ വാര്യർ സമൂഹം പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്കറിയുന്നു. അമ്പലത്തിലെ കഴകപ്പണികൾക്ക് ഞങ്ങൾ തന്നെ ധാരാളമാണ്, ഈഴവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നായിരുന്നു. ഈ ഈഴവർ പോയത് അമ്പലത്തിന്റെ പൂജ ചെയ്യാനല്ല, മറിച്ച് മാല കെട്ടാനും ചന്ദനം അരക്കാനും ഒക്കെയാണ്. അവിടെ പോലും അവരെ മാറ്റി നിർത്തി. ഈ വർത്തമാനകാല കേരളത്തിൽ ഇത്രയൊക്കെ നടക്കുമ്പോഴാണ് കാളി താങ്കൾ ആളുകൾക്ക് മുമ്പിൽ കണ്ണടച്ചിരുട്ടാക്കുന്നത്. ഈ വർത്തമാന കേരളത്തിൽ ജാതിയില്ല എന്ന് താങ്കൾ വിളിച്ചു പോകുന്നത് ആർക്കു വേണ്ടിയാണെന്ന് അറിയില്ല. പക്ഷേ കേരളത്തിലെ ജാതിവരിയുടെ മറ്റൊരു വലിയ ഉദാഹരണമാണ് താങ്കളുടെയൊക്കെ ആരാധ്യ പുരുഷനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വെറും കോമാളിയായി മാറി അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കുമല്ലോ. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണമെന്നാണ് ആത്മവിശ്വാസമില്ലാത്ത ആ മനുഷ്യൻ പറഞ്ഞത്.
സ്വന്തം ജന്മം പോലും നീചമായി കണ്ട് ആ ജന്മത്തെ പഴിക്കാൻ മാത്രം ജാതി വെറിമുത്ത ഈ മനുഷ്യരിങ്ങനെ കേരളത്തിൽ മലയാള മണ്ണിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ജാതി സമവാക്യം നിലനിൽക്കുന്നില്ല എന്ന വിഡിത്തം താങ്കൾ പുലമ്പുന്നത്. എന്തൊരു അസംബന്ധാണത്. നിങ്ങൾ സർക്കാർ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കൂ. ഇവിടെ സംവരണം എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ട് എത്രയധികം കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, താങ്കൾ ഒന്നുകിൽ പൊട്ടനാണ് അല്ലെങ്കിൽ പൊട്ടനായി അഭിനയിക്കുകയാണ്. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ മൊത്തം ജാതിയും ജാതി അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതൊന്നുകൊണ്ട് മാത്രമാണ് താഴേക്കിടയിലുള്ളവന്റെ ഉന്നമനത്തിനും അവരെ സമത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി ജാതി സെൻസസും ജാതി സമ്മേളനവും കൊണ്ടുവന്നത്. വേടൻ തന്നെ പറയുന്നു, എനിക്ക് തെറ്റുപറ്റിയ മക്കളെ നിങ്ങൾ ക്ഷമിക്കുക. അവന് തെറ്റ് മനസ്സിലായി, എന്നിട്ടും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉളിയമ്പുകൾ വിടുന്ന ആളുകൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. വേടൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞത് അയാളിലുള്ള ദുശ്ശീലങ്ങളുടെ കാര്യത്തിലാണ്, അതല്ലാതെ അത് ജാതീയതയുടെ കാര്യത്തിലോ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ വീക്ഷണത്തിലോ അല്ല. സവർണ ഫാസിസത്തിനെതിരെയും അധസ്ഥിതരുടെ അടിച്ചമർത്തലിനെതിരെയും അയാൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഇപ്പോഴും വേടൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അത് മനസ്സിലാവാതെ പോയത് താങ്കൾക്ക് മാത്രമാണ്. ഇവിടെ ജാതീയപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കുക തന്നെ വേണം. ഇവിടെ ചില ആളുകൾക്ക് അത് ആവശ്യമാണ്. അതാക്കണം മാഷേ. അതില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തില്. നിങ്ങൾ എന്താ പറയുക, കേരളത്തിലെ ഹൈന്ദവരെല്ലാവരും കൂടി ഒരുമിക്കാൻ തീരുമാനിച്ചു. കേരളത്തില് ഹൈന്ദവരെല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്താണ് ഇവിടെയൊക്കെ ഉണ്ടാവുന്ന മാറ്റം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ സാമ്പത്തികപരമായിട്ട് ആരാണ് ഭദ്രതയെത്തുക? അപ്പൊ ഹൈന്ദവരെന്നും താഴെത്തട്ട് തന്നെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന വിഷവിത്തുക്കളാണ് ഈ പറയുന്ന വേടനെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നത്. വേടൻ ചെയ്യുന്ന കാര്യം എന്താണ്? ഇവിടെ ജാതീയപരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കുകയാണ്. ഓ, ഇപ്പൊ മനസ്സിലായി താങ്കൾ വാല് പൊക്കുന്നത് എന്തിനാണെന്ന്. മുസ്ലിങ്ങളുടെ വളർച്ചയാണ് തന്നെ വിരൽ പിടിപ്പിച്ചത്. മുസ്ലിങ്ങൾ എല്ലാ നിലയിലും വളർന്നതാണ് താങ്കളെ പോലുള്ള സംഖ്യകളുടെ മനോരോഗം. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിഷവിത്തുക്കളായത്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ഭിന്നിപ്പുണ്ടാക്കുന്നവർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ നോക്കുന്നത്. മോനെ കാളി, ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒരിക്കലും ഹിന്ദുക്കൾ പുരോഗതി പ്രാപിക്കുന്നതിനെതിരല്ല. തന്നെ പോലുള്ള കാളകൂട വിഷയങ്ങൾ ഹിന്ദു മതത്തിൽ ഉള്ള കാലത്തോ ആ മതം പുരോഗതി പ്രാപിക്കുകയില്ല എന്നുറപ്പാണ്. അത്രമാത്രം വിഷലിപ്തമാണ് തന്റെ തലച്ചോറ്. വേടൻ സവർണ മേധാവിത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതും ഇന്നത്തെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിക്കുന്നതും അയാളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. വേടൻ പെറ്റുവീണത് മുസ്ലിങ്ങളുടെ മടിത്തട്ടിലല്ല, അത് ഹിന്ദുക്കളുടെ മടിത്തട്ടിൽ തന്നെയായിരുന്നു. മുസ്ലിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ഹിന്ദുക്കൾക്കെതിരെ മുറവിളി കൂട്ടാൻ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ടില്ല. മറിച്ച് ഹിന്ദുക്കളുടെ മടിത്തട്ടിൽ തന്നെയാണ് അയാൾ പ്രസവിച്ചതും വളർന്നതും. ജനിച്ചപ്പോൾ മുതൽ നിറത്തിന്റെയും വംശത്തിന്റെയും ജാതിയുടെയും പേരിൽ ആട്ടിയകറ്റപ്പെട്ടവൻ ആർക്കെതിരെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവർക്കെതിരെ തന്നെയാണ് വേടൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വേടൻ വേട്ടയാടപ്പെടുന്നത്. മുസ്ലിങ്ങൾ കറുത്തവനായ ബിലാലിനെ ഉന്നതിയിലേക്ക് ഉയർത്തിയവരാണ്. കറുത്തവരെയും പാവങ്ങളെയും ചേർത്ത് പിടിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് വരേണ്യവർഗത്തിന്റെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അല്പം ആത്മാഭിമാനം പകർന്നെടുക്കാനും കേരളത്തിലെ താഴേക്കിടയിലുള്ളവർ ഹിന്ദുമതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും ചേക്കേറിയത്. അന്ന് മുതലാണ്ടോ അല്പമെങ്കിലും ജാതിവരി ഇല്ലാതാക്കാൻ ഹിന്ദുമതത്തിനിടയിൽ ശ്രമം തുടങ്ങിയത്. അവർ നമ്മളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കില്ല. ഭഗവാനാണ് സത്യം. അവരാരും നമ്മൾ ഒരുമിക്കാൻ ശ്രമിക്കില്ല മക്കളെ. ഞാൻ ഉള്ള കാര്യം പറയാം. അവർ ഐക്യപ്പെട്ടത് കൊണ്ട് അവർ സാമ്പത്തികമായി ഉയർന്നു. നിങ്ങൾ നോക്കൂ, പട്ടുകൂറ്റം വീടുകൾ, കൊട്ടാരങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഇങ്ങനെ സകലമാന എന്താ പറയാ സമ്പാദ്യങ്ങൾ അവരുണ്ടാക്കിയത് അവരുടെ ഐക്യം കൊണ്ടാണ്. ഇതൊക്കെയാണ് നിന്നെ പോലുള്ള നെറികെട്ട കാട്ടുമാക്കന്മാരുടെ ഉള്ളിലിരിപ്പ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ജീവിക്കുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇതുപോലെ മറ്റുള്ളവരുടെ വളർച്ചയെ വെറുപ്പോടെ കാണാനും പച്ചയായി വിളിച്ചു പറയാനും നിന്നെ പോലുള്ള ചാണക സംഖ്യകൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾക്കൊക്കെ വിരളി പിടിക്കുന്നത് മുസ്ലിങ്ങളുടെ സ്വത്തും സൗകര്യങ്ങളും കണ്ടിട്ടാണെന്ന് മുമ്പേ മനസ്സിലായ കാര്യമാണ്. ഈ പച്ചവർഗീയത വിളമ്പുന്ന നേരം അധ്വാനിക്കാൻ നോക്ക്. തനിക്കും തന്റെ കൂട്ടുകാർക്കും സമ്പത്തുണ്ടാക്കാൻ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതല്ലാതെ മുസ്ലിങ്ങളുടെ മാളികയും സൂപ്പർ മാർക്കറ്റും സൗകര്യങ്ങളും നോക്കി നടന്നിട്ട് കാര്യമില്ല മോനെക്കാളി. ഹിന്ദു ഐക്യമുണ്ടായാലും മുസ്ലിം ഐക്യമുണ്ടായാലും വ്യക്തികൾക്ക് സമ്പത്തുണ്ടാവില്ല. അതിന് ചോരനിരായി അധ്വാനിക്കുക തന്നെ വേണം. അന്യൻ വിയർപ്പൊഴുകി സമ്പാദിച്ചു നോക്കി അസൂയ പൂണ്ടിട്ട് കാര്യമില്ല. നിങ്ങളൊരു 10 തല ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു വലിയ സംരംഭം ഉണ്ടാക്കുമെന്നും അല്ലെങ്കിൽ വലിയൊരു ഐക്യം ഉണ്ടാക്കുമെന്നും അതിലൂടെ നിങ്ങൾ ഒത്തുചേരുമെന്നും അറിയുന്നത് കൊണ്ടാണ് ഈ 10 തലയെ അവർ ഒരിക്കലും ഒരുമിപ്പിക്കാത്തത്. അവർ അതിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പഴയ ചരിത്രങ്ങൾ വളമ്പിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവരങ്ങനെ കാണിച്ചില്ലേ, നിങ്ങൾ അവരിങ്ങനെ കാണിച്ചില്ലേ, നിങ്ങൾ കുറെ അനുഭവിച്ചില്ലേ, നിങ്ങൾ ഇനി അവരോട് എന്താ പറയാ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പോവാണോ? നിങ്ങൾ അവരോട് സഹകരിക്കാൻ പോവാണോ?
സമരസപ്പെട്ട് ജീവിക്കാൻ പോവാണോന്ന് അവർ നമ്മളോട് ചോദിക്കുന്നേ. ഇതൊക്കെ ഇവിടുത്തെ ബുദ്ധിയും ബോധവും വെളിവുമുള്ള ഏതൊരു സാധാരണ ഹിന്ദുവിനും അറിയാവുന്ന ചരിത്രമാണ്. അത് പറഞ്ഞു കൊടുക്കാൻ ഒരു മുസ്ലിമിന്റെ ആവശ്യമില്ല. കാളിമോൻ ഇപ്പൊ എന്നോടൊക്കെ വന്നിട്ട് ആൾക്കാർ പറയും നിന്റെയൊക്കെ തറവാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പണ്ട് നമ്പൂരിമാർ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ഞാൻ പറയും പോടാവില്ലേ എന്ന് പറയും. ഞാൻ നിന്റെ ഉമ്മൂമ്മ എങ്ങനെയാടാ സമ്പാദ്യം ഉണ്ടാക്കിയത്, നിന്റെ ഉമ്മൂമ്മ എങ്ങനെയാടാ പൈസ ഉണ്ടാക്കിയത്, ഈ നമ്പൂരി കടന്നു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കും. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ. അതെ, തനിക്കൊക്കെ അങ്ങനെയേ പറയാനാവൂ. അതിനുള്ള നട്ടെല്ലും ബോധ്യവുമേ തനിക്കുള്ളൂ. അങ്ങനെയുണ്ടോ എന്നൊരു ശങ്ക തന്റെ മനസ്സിൽ അപ്പോഴും ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ചോദിച്ചവനെ കണ്ണ പുകക്കാൻ തന്റെ കൈ ഉയരുമായിരുന്നു. നോക്കൂ, കേരളത്തിലെ തലങ്ങും വിലങ്ങുമുള്ള സൂപ്പർ മാർക്കറ്റുകൾ നോക്ക്. എത്ര വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ, എത്ര മാളുകൾ. ഇതൊക്കെ ആരുടെ കയ്യിലാണ്? ഇതെന്തുകൊണ്ട് ഹിന്ദുവിന്റെ കയ്യിൽ വരുന്നില്ല? ഇവനേക്കാൾ പച്ചവർഗീയവാദിയും അപരമത വിദ്വേഷിയും മറ്റാരാണുള്ളത്? മുസ്ലിങ്ങളുടെ സ്വത്തുവകകൾ തട്ടിയെടുക്കാനാണോ താൻ ഹിന്ദുക്കളെ ഐക്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അതൊക്കെ സ്വന്തമാക്കാൻ വേറെ നല്ല മാർഗമുണ്ട്. ശാഖയിലെ കുന്തവും കുറുവടിയും ശിരവുമായി ഇറങ്ങിയാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻ മുദ്രാവാക്യം നടപ്പിലാക്കിയാൽ മതി. യാതൊരു അധ്വാനവുമില്ലാതെ എല്ലാം സ്വന്തമാക്കാം. തീരെ ഉളുപ്പില്ലാത്ത വർഗീയവാദിയുടെ ജൽപ്പനങ്ങൾ എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? ഇതുപോലെയുള്ള ഒട്ടനവധി നിരർത്ഥകമായ ജൽപ്പനങ്ങളും വർഗീയതയുമാണ് ഈ വീഡിയോയിൽ മുഴുനിലയുള്ളത്. ഒരു പരിഷ്കൃത മനുഷ്യന് കേട്ടാൽ അറുപ്പും വെറുപ്പും ഉണ്ടാകുന്ന മതവരി മാത്രം. ഈ പറയുന്ന ആളുകൾ പറയുന്നുണ്ട് നമ്മളിവിടെ ജാതീയപരമായിട്ട് ഭയങ്കര പ്രശ്നമാണ്, ദളിതരെ നമ്മൾ അംഗീകരിക്കുന്നില്ല. നോക്കൂ, ദളിതനായിട്ടുള്ള ഒരാൾ എഴുതിയ ഭരണഘടനയിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇവരിത് പറഞ്ഞാൽ ന്യായമാണ്? ഇത് തിരിച്ചു ചോദിക്കാൻ നമ്മളാരെങ്കിലും തയ്യാറാവാത്തതുകൊണ്ടല്ലേ? സ്വതന്ത്രാനന്തര ഭാരതം ഹിന്ദുത്വവാദികളുടെ കയ്യിൽ കിട്ടാതിരുന്നത് കൊണ്ടാണ് ഭാരതത്തിന്റെ ഭരണഘടന എഴുതാൻ അധകൃതനായ അംബേദ്കർക്ക് കഴിഞ്ഞത്. അതല്ലായിരുന്നുവെങ്കിൽ മനുസ്മൃതിയാകുമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. അതിനുവേണ്ടിയായിരുന്നു ഗാന്ധിജിയെ അവർ കൊന്നത്. ദളിതനെ അംഗീകരിക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും ചെയ്യാൻ ഇന്നത്തെ ഫാസിസ്റ്റുകൾ തയ്യാറാണെന്ന് യാതൊരു ഉളുപ്പില്ലാതെ താങ്കൾ തള്ളുമ്പോൾ ചിരിയാണ് വീഴുന്നത്. ഇന്നും കേരളത്തിന്റെ പുറത്തുപോയി ഒരു സവർണന്റെ കൂടെ ഇരുന്ന് ഒരു ദളിതൻ ഒരു കപ്പ് ചായ കുടിക്കട്ടെ, എന്നിട്ട് പറയൂ ഈ ഗീർവാണ്. അതിനുശേഷം ഹിന്ദു ഐക്യത്തിനായി മുഴുവൻ ഹിന്ദുക്കളെയും ഒന്നിപ്പിക്കുന്നതായിരിക്കും നല്ലത്. തിരിച്ചു ചോദിക്കണ്ടേ നമ്മള്? എടോ, ഇവിടെ ദളിതനെ അംഗീകരിക്കുന്നത് കൊണ്ടല്ലോ ദളിതൻ എഴുതിയ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോരുത്തരും ജീവിക്കുന്ന ഒരു ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ പോരെ? തിരിച്ചു ചോദിക്കാൻ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഫാസിസ്റ്റുകൾക്ക് എന്ത് പങ്കാണുള്ളത്? പലകുറി ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത പരിചയം മാത്രമല്ലേ ഉള്ളൂ. നീ കുറച്ചു ദിവസം മുമ്പ് ഏതോ ഒരു സ്റ്റേജിൽ കയറി പറയുന്നത് കേട്ടു, ചോദ്യം ചോദിച്ചാൽ ഇ.ഡി. വരുന്ന കാലമാണ്, സിനിമ ചെയ്താൽ ഇ.ഡി. വരുന്ന കാലമാണെന്ന്. ഇ.ഡി. വന്നോട്ടെ വേടാ, ഇ.ഡി. എന്റെ വീട്ടിലോട്ട് ഇ.ഡി. വരട്ടെ. ഞാൻ ന്യായമല്ലാത്ത രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്തുവിട്ട് പോട്ടെ വേടാ. അത് നമ്മുടെ സാധാരണക്കാർ തിന്നേണ്ട പൈസയാണ് വേടാ. നീ ശരിക്കും പറയേണ്ടത് തെമ്മാടത്തനം ചെയ്യുന്നവരുടെ വീട്ടിൽ ഇ.ഡി. വരണമെന്നാണ്. കാരണം ഇ.ഡി. കണ്ടു കിട്ടുന്ന പണം ഇവിടുത്തെ സാധാരണക്കാർക്ക് തന്നെ കിട്ടുന്നത്. വേടൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇ.ഡി. ന്യായത്തിന്റെ ഭാഗത്തായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഒരു സംഘമിത്രത്തിന്റെയും വീട്ടിലോ ഓഫീസിലോ പോകുന്നില്ല? ഭരണപക്ഷത്തുള്ള ആരും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നില്ലേ? അതുണ്ടാവില്ല. അവർക്ക് ഏറ്റവും വലിയ ദേശീയവാദികളും ദേശഭക്തരുമാണ്. ഈ വീഡിയോയുടെ ആദ്യം മുതൽ ഏകദേശം അവസാനം വരെ വേടനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുകയാണ് കാളിയൻ. അതേ കാളിയൻ വേടനിൽ മുമ്പെങ്ങോ സംഭവിച്ച ഒരു വിഷയം എടുത്തു കാണിച്ച് വേടനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ വേടനെ രക്ഷണത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ വേടൻ മാപ്പുസാക്ഷിയാണ്. തെറ്റും കുറ്റവും ചെയ്തവർ കേരളത്തിലെ മുസ്ലിങ്ങളാണ്. അവരാണ് വേടനെ ഹിന്ദുക്കളോട് അഥവാ സവർണരോട് ശത്രുതയുള്ളവനാക്കിയത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ നേരിടാൻ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വളർച്ചയെ ഇല്ലാതാക്കാൻ വേടന്റെ സഹായം ആവശ്യപ്പെടുകയാണ് കാളിയൻ ചെയ്യുന്നത്. എത്രമാത്രമായ നടക്കാത്ത സ്വപ്നം! ഫാസിസ്റ്റുകളെ എന്തും ഭയപ്പെടുത്തിയിട്ടുള്ളതും ആക്രമണത്തിന് പേരിപ്പിച്ചിട്ടുള്ളതും കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയും സാമ്പത്തിക പുരോഗതിയും അവരുടെ ഐക്യവും തന്നെയായിരുന്നു.